തനിക്കൊരു പഴയ നടൻ മോഹൻകുമാറിനെ അറിയുമോ? ഓ, മോഹൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഇപ്പോൾ ഒരു സിനിമ അത്യാവശ്യം ഹിറ്റായതുകൊണ്ട് അയാൾക്ക് കുറെ ഉദ്ഘാടനങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. തനിക്കൊരു 2 മാസം മോഹൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? ഇന്നാളെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. പക്ഷെ ഇന്നിപ്പം എന്നോട് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചിരിക്കുക. ഈശ്വരൻ അനുഗ്രഹിച്ച ഒരു പ്രോജക്റ്റ് എനിക്ക് പെട്ടെന്ന് തന്നെ ഓണാവും. അല്ല, അപ്പം ഇങ്ങോട്ട് തിരികെ പോരുകയും ചെയ്യാം. സാറേ, സിനിമയിലൊരു പാട്ട് കിട്ടാൻ ഒരുപാട് നടന്നിട്ടുണ്ട്. അതിനുവേണ്ടി സാറിൻ്റെ കൂടെ കൂടിയത്. അല്ലാതെ ഞാനിത് തന്നോട് പറയാമല്ലോ, ഈ വണ്ടിയുടെ RC ബുക്ക് പോലും പണയത്തില്ല. 1-2 മാസമായിട്ട് തൻ്റെ ശമ്പളം പോലും മുഴുവനായിട്ട് തന്നിട്ടുമില്ല. അയ്യോ സാറേ, ഞാനതൊന്നും. ഞാൻ പറയട്ടെ, പ്രോജക്റ്റ് നടക്കും. അതിൽ കൃഷ്ണൻ ഉണ്ണിക്കൊരു പാട്ടുണ്ട്, പാട്ടുകളുണ്ട്. അതെന്റെ വാക്കാ. തൽക്കാലം ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ ചെയ്യും. ഓരോ മാറ്റവും ഓരോ അവസരങ്ങളാണ് കൃഷ്ണൻ. ആരാ? കൃഷ്ണനുണ്ണി. പ്രകാശ് സാറ് പറഞ്ഞിട്ട് ഡ്രൈവിങ്ങിന്. അതിന് നാട്ടുകാരൊക്കെ കൂട്ടി വന്നിരിക്കുന്ന എന്താ? അയ്യോ, ഇവരെൻ്റെ കൂടെ ഒന്നുമല്ല. ഞങ്ങള് നായർ സർവീസ് സൊസൈറ്റിയിൽ നിന്ന് വരിക. സാറിനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇന്നലെ വിളിച്ചിരുന്നല്ലോ അല്ലേ? നിങ്ങൾ കയറിയില്ല. ഉണ്ണികൃഷ്ണ. കൃഷ്ണനുണ്ണി. അതെ, കൃഷ്ണനുണ്ണി. നമുക്ക് ഇവരിറങ്ങിയിട്ട് സംസാരിക്കാം കേട്ടോ. ഓ ശരി. കാറ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഒന്ന് ടച്ച് പിടിച്ച് നോക്കിക്കോ. ഞാൻ താക്കോൽ ഇപ്പൊ കൊടുത്തുവിടാം. ആയിക്കോട്ടെ. കുമാരിയമ്മേ, ആ താക്കോൽ എടുത്ത് കൊടുക്ക്. എന്താ നിന്റെ പേര്? കൃഷ്ണനുണ്ണി. നീ ഡ്രൈവറല്ലേ? ആ. പിന്നെന്തിനാ കല്യാണത്തിന് പോണത് പോലെ വന്നിരിക്കുന്നേ? കുറച്ച് നിറം കുറഞ്ഞതൊക്കെ ഇട്ടോണ്ട് വന്നാ മതി കേട്ടാ. പ്രായമായ പെങ്കൊച്ചുള്ള വീടായത്. ഓ, ഇതേ സാറിന്റെ ഹൃദയമാ, ഹൃദയം. ആയ കാലത്ത് കൂടെ കൂട്ടിയതാ. താക്കോല് 2 കൈ നീട്ടടാ. അപ്പോ ഞങ്ങൾ വന്ന കാര്യം പറയാം. അടുത്തതിന്റെ പിന്നത്തെ ഞായറാഴ്ച മോഹൻ ഒരു സ്വീകരണം രാമവർമ്മ ക്ലബ്ബിൽ വെച്ച് തരാനായിട്ട് യോഗം തീരുമാനിച്ചിരിക്കുക. അത് വേണോ? അത് വേണം. 30 കൊല്ലത്തിന് ശേഷം ഗംഭീര തിരിച്ചു വരവല്ലേ. പിന്നെ സിനിമയെ തകർത്ത് കളിക്കാണല്ലോ. ഒരു സെക്കൻഡേ. ഓ, രവിട്ട. എടോ, താൻ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എന്താ രവിട്ട ശബ്ദമല്ലായിരിക്കുന്നത്? ഇത്തിരി കുഴപ്പമുണ്ടോ. നമ്മുടെ സിനിമ നാളെ കൂടെ തിയേറ്ററിൽ കളിക്കൂ. മറ്റന്നാൾ ക്രിസ്മസ് പടങ്ങൾ വരുമ്പോൾ കളിക്കാൻ തിയേറ്ററില്ല അത്രേ. എല്ലാ സെൻറ്റേഴ്സിലും അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. ഫാമിലി ഓഡിയൻസ് നന്നായി കയറി വരുന്നുണ്ടായിരുന്നു. രവിയേട്ടൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടൊന്നും സംസാരിച്ചില്ലേ? അവരിതൊരു ചെറിയ ഫില്ലർ പടമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അത്രേ. അതുകൊണ്ട് 2 ആഴ്ചയ്ക്ക് തിയേറ്റർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും നല്ല കളക്ഷൻ ഉണ്ടല്ലോ രവിയേട്ട. സങ്കടമായിട്ട് വയ്യടോ. ഞാൻ പിന്നെ വിളിക്കാം. പറ്റിയാൽ നമുക്ക് നാളെ വൈകിട്ട് കാണാം. അടുത്ത ഞായറാഴ്ച നമ്മൾ പല തിയേറ്ററുകളിലായിട്ട് 1200 ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെ കാണാത്ത അംഗങ്ങൾ താല്പര്യമുള്ളവർ കണ്ടോട്ടെ. മോഹൻ എന്താ വല്ലാതിരിക്കുന്നത്? ടിക്കറ്റ് എല്ലാം ഞങ്ങൾ പേ ചെയ്തെടുത്തോളാം. എന്തെങ്കിലും ചെയ്തിട്ട് ഈ ക്രിസ്മസ് വെക്കേഷൻ തീരുന്നവരെങ്കിലും തിയേറ്ററിലൊന്നും പിടിച്ചു നിർത്താൻ പറ്റൂ രവിയേട്ട. എടാ, ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതല്ല, തിയേറ്റേഴ്സ് എല്ലാം ഓവർ ബുക്ക്ഡ് ആണ്. അതങ്ങനെയാ. ഒരു വർഷം 160-ൽ പരം സിനിമകളല്ലേ ഇറങ്ങുന്നത്. കണ്ടവരും വിളിച്ചവരും ഒക്കെ പറഞ്ഞു എന്നെ ഒരുപാടങ്ങ് മോഹിപ്പിച്ചു. അവാർഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നോക്കും, ഈ സിനിമയും തന്നെയും അംഗീകാരങ്ങൾ തേടി വരും. അങ്ങനെ TV-യിലൂടെ ആണെങ്കിലും കൂടുതൽ ആൾക്കാരിലേക്ക് അത് റീച്ച് ആവും. ഹലോ, എന്താണ് കണ്ണു കണ്ടൂടെ? എന്താ? എന്നെ മനസ്സിലായില്ലേ? ഹംസ രണ്ടത്താണി. മനസ്സിലായില്ല. 10-35 കൊല്ലം ചുമ്മാ ഒന്ന് പുറകോട്ട് പോയേ. തന്റെ വിളയാട്ട് കാലം മദിരാശിയില് നമ്മുടെ അനിയച്ചാര് ചെയ്യണ കണ്ടൊരു സിനിമ സംവിധാനം ചെയ്യണമെന്നൊരു പൂതി തോന്നി.
അങ്ങനെ ആലപ്പി ഷെറീഫിന്റെ നല്ല ഒന്നാം തരം കഥയും കൊണ്ട് തന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഓർമ്മയുണ്ടോ? എന്തൊരു ചാടയായിരുന്നു, തമിഴ് ഹിന്ദി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി? ഞാനേ കഴിഞ്ഞ ദിവസം കാറേ പോകുമ്പോ പോസ്റ്ററിൽ തന്റെ തല എന്തായാലൊന്ന് കണ്ടു കളയാമെന്ന് പറഞ്ഞ് പടം കാണാൻ പോയി. എന്നാ കൊണാപ്പ് പടവാടോ, പൊലിഞ്ഞ കഥയും നാടകക്കാരൻ തോറ്റുപോണ അഭിനയവും. തനിക്ക് കണ്ടിട്ടൊന്നും തോന്നിയില്ലേ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, സിനിമ മാറിപ്പോയെന്നും താൻ അറിഞ്ഞില്ലേ? തന്റെയൊക്കെ കാലം കഴിഞ്ഞടോ. വേണ്ട വേണ്ട നീ ഇങ്ങോട്ട് വന്നേ. ഒരു പരിചയമില്ലാത്തവർ നമ്മളോട് എന്ത് പറഞ്ഞാലും എന്താ സാറേ? വഴിയെ പോകുന്ന വേസ്റ്റൊക്കെ എടുത്ത് തോളത്ത് വെക്കാൻ മനസ്സിലാന്ന് നമ്മളങ്ങ് വിചാരിച്ചാൽ പോരെ? നീ കേട്ടോ അയാൾ പറഞ്ഞു? ആരെന്ത് പറഞ്ഞാലും സാറിൻ്റെ ഒരു ക്യാരക്ടർ കളയാൻ പാടുണ്ടോ? സാർ ഉഗ്രൻ നടനല്ലേ? ഉഗ്രൻ നടൻ? ഇത്ര യോഗമില്ലാത്തൊരു നടനുണ്ടോടാ? സാറിനെ പോലെ ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമ്മളെപ്പോലുള്ളവരൊക്കെ എന്ത് പറയും? ആകാശത്തോളം സ്വപ്നങ്ങൾ ഇതാ ഇപ്പോഴും ദൂരെ ഒരു 0 വോൾട്ട് ബൾബ് പോലെ കത്തിക്കുക നമ്മുടെയൊക്കെ ലൈഫിൽ. നീ വലിയ വർത്താനൊന്നും പറയണ്ട. ഇത്രയും ദിവസമായിട്ടും നീ എൻ്റെ സിനിമ ഉണ്ട്? അല്ല, അത് പിന്നെ ഇല്ല ഇല്ല. ഞാൻ കണ്ടോളാം സാറേ. എന്നാ നേരെ തിയേറ്ററിലേക്ക് വിട്ടോ. ഇപ്പോഴോ? ആ, ഇപ്പൊ തന്നെ. എൻ്റെ സിനിമയുടെ അവസാനത്തെ ഷോ ആടാ ഇന്ന്. अम्मी के शीडी दिए उठ पो चाचा। नाना, अमी नाम जी चिड़ियाखाना एक ही देखे। ഹലോ. ഹലോ, കൃഷ്ണനുണ്ണിയല്ലേ? അതെ, ഞാൻ ശ്രീരഞ്ജനിയാ. നാളെ ഡ്യുവറ്റ് കൂടെ പാടണ്ടേ? ആ, ഞാൻ ട്യൂൺ അയച്ചായിരുന്നല്ലോ. അത് നോക്കി. പക്ഷെ മെയിൽ ഏതാ ഫീമെയിൽ ഏതാ? എങ്ങനെ? അല്ല, ഞാൻ പാടേണ്ട പോർഷനെ ഫീമെയിൽ പാടേണ്ടത് എവിടൊക്കെയാണെന്ന്. അത് നേരെ നോക്കി വണ്ടി ഓടിക്കടാ. എന്തെങ്കിലും തിരക്കിലാണോ? ഇപ്പൊ അതിരക്കാരാ നിന്നെ ഫോൺ ഹലോ ചെയ്യാൻ. ഹലോ, കേൾക്കുന്നില്ലേ? അതെ, ഞാൻ ഡ്രൈവ് ചെയ്യണം. എൻ്റെ സാറ് കൂടെ ഉണ്ട്. ടെൻഷനൊന്നും വേണ്ട, ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞുതരാം എല്ലാം. ഓക്കെ ഓക്കെ, എന്നാ ഗുഡ് നൈറ്റ്. പടം മാറി വരും, മാറിക്കിടന്ന് അടിയുണ്ടാക്കി വരുമെന്നും നീ ഇവിടെ ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ. അയ്യോ ഇല്ല സാറേ. ആ, ഇതാരാ? എന്താ ഇവിടെ? ഞാൻ പ്രകാശ് സാറ് പറഞ്ഞിട്ട് ഒരു 2 മാസത്തേക്ക് ചുമ്മാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഡ്രൈവറാ. അച്ഛാ, കൃഷ്ണന് റിയാലിറ്റി ഷോയിലുണ്ട്. നാളെ ഞങ്ങൾ ഒരുമിച്ചാ പാട്ട് പാടുന്നത്. അതെ. ഈ ലോകം വളരെ ചെറുതാടോ ശ്രീകൃഷ്ണ. കൃഷ്ണനുണ്ണി. ആ, കൃഷ്ണനുണ്ണി. നീ വാ, നമുക്ക് വല്ലതും കഴിക്കാം. അയ്യോ വേണ്ട സാറേ, വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ടാവും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോള് വാ. ഡ്രൈവറൊന്നും ഇല്ല കേട്ടോ, വെറുതെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ. അത് മനസ്സിലായി. അതിനിപ്പോ എന്താ? ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. സോ കം ടു ദ പോയിന്റ്. സർ, ഈ ബ്രൈറ്റിന്റെ പേര് കണ്ടില്ലേ? എന്തൊരു എനർജറ്റിക്കാ, നല്ലൊരു ചരിഷ്മയുണ്ട്. സാറിന്റെ പേര് നമുക്ക് അതുപോലെ മാറ്റിയേ പറ്റൂ. ഞാനിപ്പോ 6 സിനിമകളും ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ പേര് മാറ്റിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. സാറേ, അതൊരു 50 സിനിമ ആകുന്നതിന് മുന്നേ ഇപ്പോഴേ മാറ്റുന്നതല്ലേ നല്ലത്? കറക്റ്റ്. അത് മാത്രമല്ല സാർ, ഈ കൃപേഷ് എന്ന് വിളിക്കുമ്പോൾ കബീഷ് എന്ന് വിളിക്കുന്ന ഒരു ഫീലാ. എനിക്കല്ല സാർ, മറ്റുള്ളവർ. So we have found some good energetic names for you. Just read it out. വായിക്ക് കേക്കട്ടെ. സർ, ആദ്യത്തെ പേര് വിനിൽ. വിനിൽ? വി നിൽ. നില്ലെന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാത്ത പേര് നമുക്ക് വേണ്ട. ഓക്കെ. അടുത്തതൊരു ട്രഡീഷണൽ പേരാണ്, പ്രദോഷ് സന്ധ്യ. മൊത്തം കഴിഞ്ഞു, കത്തി തീർന്നു അല്ലേ? നേരം വെളുത്തിട്ടൊക്കെ വേണം, വേറെ പേര് വൈകിടും. ഓക്കെ സർ, ഒരു റഷ്യൻ സ്റ്റൈൽ ഒരു പേരുണ്ട്. റഷ്യൻ പേര് നല്ലതാ സാറ്, ഹോളിവുഡിൽ പോകുമ്പോൾ ഗുണം ചെയ്യും. റഷ്യൻ പേര് വായിക്കും, മിഷ്കിൻ എന്നൊക്കെ പറയുന്നത്.
ബ്രാഷ്നേവ്. വാവ് വണ്ടർഫുൾ. ബ്രാഷ്നേവ്. അത് വേണ്ട സാർ. ഈ ബ്രാഷ്നേവ് എന്നുള്ളത് ഫാൻസിയാർ ചുരുക്കി ബ്രാക്കുട്ടപ്പൻ എന്ന് വലുതാക്കിയാൽ മൊത്തം കുഴപ്പമാവും. നോ സർ. കട്ട് ചെയ്ത് വിട്ടാലോ അവനെ? പറഞ്ഞു വിട്ടേക്കാം സാർ. ഇങ്ങോട്ട് താ, ഞാനിത് വായിക്കാം. അടുത്തൊരു പേര് ആക്രാന്ത്. ആക്രാന്തോ? ആക്രാന്ത് അല്ല സാർ, ആകാന്ത്. ഇതൊരു കൂറപ്പേരാടോ. ഐ ടോൾഡ് യു നാ, ഇതൊന്നും സാറിന് ഇഷ്ടാവില്ല. ദ നെക്സ്റ്റ് നെയിം ഇസ് എനർജറ്റിക്, എക്സോട്ടിക്, ഫെന്റാബുലസ്, ആഘോഷ്. ആഘോഷ്. ഗുഡ്. Life is an ആഘോഷം. Cinema is an ആഘോഷം. So an actor like you should have the name ആഘോഷ്. പോയിന്റ്. Fix it. ഫൈനലി. നമ്മളെന്തായാലും പേര് മാറ്റുമല്ലേ? നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ആഘോഷത്തോടെ ഒരു മേനോം കൂടി വെച്ചാൽ കുഴപ്പമുണ്ടാവോ? ആഘോഷ് മേനോൻ. നൈസ്. ആഘോഷ് മേനോൻ. ജോഷി ചിത്രത്തിൽ ആഘോഷ് മേനോൻ, പ്രിയദർശൻ ചിത്രത്തിൽ ആഘോഷ് മേനോൻ. വാവ്, ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഈ മേനോമാര് പ്രശ്നം ഉണ്ടാക്കൂലായിരിക്കും അല്ലേ? ഏയ് നോ. ഇനി ബിജു മേനോൻ വല്ല കുഴപ്പമുണ്ടാക്കുമെന്ന് അറിയില്ല. പുള്ളി ഒരു പാവമാണ്, ഞാൻ പറഞ്ഞ ഡീൽ ചെയ്തോളാം. ഓക്കെ, സോ ലെറ്റ്സ് ക്ലാപ്പ് ഫോർ ആഘോഷ് മേനോൻ. താങ്ക് യു. ദൈവമേ, ഈ മകന്റെ പ്രശ്നങ്ങളെ സ്വീകരിക്കണേ. ചെറുതും വലുതുമായ നിരവധി ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു കൂട്ടിയിട്ടും സ്വന്തം പിടിപ്പില്ലായ്മ, അന്ധവിശ്വാസം, കയ്യിലിരിപ്പ്, അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തൻ്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ് അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ പൊളിഞ്ഞൂപ്പാടിളകി പാപ്പരായിരിക്കുന്ന ഈ മകനോട് കാരുണ്യം കാണിക്കണേ. പൊളിഞ്ഞു പോപ്പാടുള്ളത് അണ്ടിപോയ അണ്ണാനെ പോലെ എന്നൊക്കെ പ്രാർത്ഥനയിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ദൈവത്തിന് മനസ്സിലാവാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഭാഷ. മണ്ടന്മാരായ മനുഷ്യന്മാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. സമയം കിട്ടുമ്പോൾ പോളൂട്ടി ബ്രദർ ഒന്ന് കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ മതി. നിറയെ അത്ഭുത സാക്ഷ്യങ്ങൾ കാണാം. ഞാനങ്ങനെ വീടുകളിൽ പോകാറില്ല. ഇതിവൻ നിർബന്ധിച്ചതുകൊണ്ടാണ്. കൈവച്ചാൽ എനിക്ക് നെഞ്ചിൻ്റെ താളമളക്കാം. മോഹൻ ഒരുപാട് സൂക്ഷിക്കണം. ഈ വർഷം ഒന്ന് കടന്നു കിട്ടണം. ബ്രദർ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞതിൽ നിന്ന് തനിക്ക് എന്താണോ മനസ്സിലായത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.